പയ്യന്നൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് തട്ടുകട സ്റ്റൈലിൽ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈ എല്ലാവർക്കും അറിയാലോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ ഈ ഒരു തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ എടുത്തു വെക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 4 വലിയ അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇത് 4 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ തൊലി കളയാനുള്ള എളുപ്പത്തിന് 2 ആക്കി കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 8-9 ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു 5 ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ സാധാരണ മുളകാണ് ചേർത്തത്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു തണ്ട് മതി കേട്ടോ, കൂടുതൽ ആവശ്യമില്ല, ഒരു തണ്ട് മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ മല്ലിയിലയും കൂടി ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചതച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പേസ്റ്റ് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ അഥവാ ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ചിക്കനിലോട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കോൺഫ്ലോർ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർക്കാം കേട്ടോ. കാരണം നമ്മുടെ ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ കോൺഫ്ലോർ സഹായിക്കും. അപ്പോൾ അത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലോട്ട് ഏകദേശം 1/2 കപ്പോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നല്ലോണം എണ്ണ ഒഴിച്ച് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 6-7 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് മുഴുവനും ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം കൂടി ഏകദേശം ഒരു 6-7 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കാലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ വേവാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗവും വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്